നമസ്കാരം. ഇന്ന് ഒക്ടോബർ 11 ശനിയാഴ്ച കന്നി 25 മോർണിംഗ് ന്യൂസ് ആരംഭിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനമാണ്. പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പെൺകുട്ടികളെ ശാക്തീകരിക്കുന്നതിനും വേണ്ടിയാണ് ഈ ദിനം. പെൺകുട്ടികൾ ലോകമെമ്പാടും നേരിടുന്ന ലിംഗ വിവേചനത്തിനെതിരെ അവബോധം നൽകുന്നതിന് കൂടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് വിശദമായി. കോഴിക്കോട് പേരാമ്പ്രയിൽ UDF CPIM പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെ ഷാഫി പറമ്പിൽ MP പരിക്കേറ്റത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപക പ്രതിഷേധം. സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷഭരിതമായി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നടത്തിയ ദേശീയപാത ഉപരോധത്തിലും പോലീസ് സ്റ്റേഷൻ മാർച്ചുകളിലും സംഘർഷമുണ്ടായി. ഇന്ന് കോൺഗ്രസ് പ്രതിഷേധ ദിനം ആചരിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞു. ഷാഫി പറമ്പിൽ MP ലാത്തി ചാർജിലല്ല പരിക്കേറ്റതെന്നാണ് പോലീസ് വിശദീകരണം. പേരാമ്പ്ര CKG കോളേജ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത്. കണ്ണീർ വാതകം പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാത്തതോടെ പോലീസ് ലാത്തി വീശി. ഇരുകൂട്ടരെയും പിരിച്ചുവിടുന്നതിനിടെ കല്ലേറുമുണ്ടായി. പാർലമെന്റ് അംഗമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് മർദ്ദിച്ചതെന്ന് ഷാഫി പറമ്പിൽ MP. എന്തിനെ കൊണ്ട് വാർത്ത മറച്ചാലും ഈ സ്വർണം കേട്ടവരെ ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും. പരിക്കേറ്റ MPയെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനു പിന്നാലെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. പേരാമ്പ്രയിൽ രാത്രി വൈകിയും പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. നാദാപുരത്തും പ്രതിഷേധമുണ്ടായി. കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും സംഘർഷം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടി. കൊല്ലത്ത് ചവറയിലും കരുനാഗപ്പള്ളിയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആലപ്പുഴയിൽ ദേശീയപാതയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മനുഷ്യ ചങ്ങല തീർത്താണ് പ്രതിഷേധിച്ചത്. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. എറണാകുളത്ത് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ആലുവ മെട്രോ സ്റ്റേഷൻ പരിസരത്ത് പോലീസുമായി നേരിയ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി. തൊടുപുഴയിൽ പോലീസുമായി സംഘർഷമുണ്ടായി. ചെറുതുരുത്തിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷന്റെ ബോർഡ് തകർത്തു. മലപ്പുറം ചങ്ങരംകുളത്തും ചങ്കുവെട്ടിയിലും നിലമ്പൂരിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയ സംസ്ഥാന പാതകൾ ഉപരോധിച്ചു. കണ്ണൂരിലും തലശ്ശേരിയിലും നീലേശ്വരത്തും രാത്രി വൈകിയും പ്രതിഷേധമുണ്ടായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. UDF CPIM പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെ ഷാഫി പറമ്പിൽ MP പരിക്കേറ്റതിൽ കോൺഗ്രസ് ഇന്ന് പ്രതിഷേധ ദിനത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് തലങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ KPCC ആഹ്വാനം ചെയ്തു. കോഴിക്കോട് IG ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാനും തിരുവനന്തപുരത്ത് സലീം മാലിക്കും ചേരുന്നു. ആദ്യം ഷഹദ് റഹ്മാനിലേക്കാണ്. ഷഹദ്, ഇന്നലെ വലിയ സംഘർഷഭരിതമായിരുന്നു. പോലീസുമായി ഏറ്റുമുട്ടലിലേക്കടക്കം പ്രവർത്തകർ നീങ്ങിയിരുന്നു. സമാനമായ സാഹചര്യം തന്നെയാണ് ഇന്നുണ്ടാകാൻ സാധ്യത. പ്രതിഷേധത്തിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? എങ്ങനെയാണ് പ്രതിഷേധം ആസൂത്രണം ചെയ്തിരിക്കുന്നത്? സുഹൈൽ ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. ഈ സംഭവങ്ങളുടെ തുടക്കം മെനഞ്ഞാന്നാണ്. CKGM കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ചെയർമാൻ സ്ഥാനം അതായത് കോൺഗ്രസിന് അനുകൂലമാവുകയും പിന്നീട് അതിന്റെ ആഹ്ലാദ പ്രകടനം നടക്കുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ പോലീസ് ഈ പ്രവർത്തകരെ, അതായത് UDSF പ്രവർത്തകരെ തടയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം മറുഭാഗത്ത് SFI അതുപോലെ തന്നെ CPM പ്രവർത്തകരുണ്ട് എന്നും ഒപ്പം തന്നെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ സംഘർഷമാകുമെന്ന് പറഞ്ഞ് ആദ്യം ഒരു ഭാഗത്ത് തടയുന്നു, പിന്നീട് മറ്റൊരു ഭാഗത്ത് തടയുന്നു, പിന്നീട് വേറെയും ഒരു ഭാഗത്ത്, അങ്ങനെ 3 തവണ തടഞ്ഞ ഘട്ടത്തിലാണ് ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ കഴിഞ്ഞ ദിവസം, അതായത് മെനഞ്ഞാണ് സംഘർഷം ഉണ്ടാകുന്നത്. ആ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ അവിടെ ഹർത്താൽ ആചരിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്നാണ് ഇന്നലെ വൈകിട്ട് ഇതിന്റെ ഭാഗമായിട്ട് ഒരു പ്രതിഷേധ പ്രകടനം നടന്നത്. ആ പ്രതിഷേധ പ്രകടനമാണ് ഏറ്റവും ഒടുവിൽ സംഘർഷത്തിൽ കലാശിച്ചിട്ടുണ്ടായിരുന്നത്. അതിലാണ് ഷാഫി പറമ്പിൽ MP പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത്. ഷാഫി പറമ്പിൽ തന്നെയാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ്
പോലീസ് ഈ ഷാഫിയെ ആക്രമിച്ചത് എന്ന ഒരു ആരോപണമാണ് പ്രധാനമായിട്ടും കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ സംസ്ഥാന വ്യാപകമായിട്ട് പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്ന് അത് ഒരു പടി കൂടി കടുപ്പിച്ച് കൂടുതൽ ഇടങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് ഇന്ന് കോഴിക്കോട് DCCയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് IG ഓഫീസിലേക്കാണ് ഇന്ന് രാവിലെ 9 മണിയോടുകൂടി പ്രതിഷേധം ആരംഭിക്കുക. ഉച്ചയ്ക്ക് ശേഷം, അതായത് 2 മണിക്ക് ശേഷം പേരാമ്പ്രയിലും ഇന്ന് പ്രതിഷേധം ഉണ്ടാകും. അതായത് കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ പ്രവർത്തകരെയും ഇന്ന് ഈ IG ഓഫീസിലെ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് DCC മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല ഇന്ന് ഈ വിഷയത്തിൽ, അതായത് കോഴിക്കോട് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പരിപാടികളൊക്കെ തന്നെ ക്യാൻസൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പകരമാണ് ഇന്ന് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ഇന്ന് പേരാമ്പ്രയിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. സലിം മാലിക്കൂടി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. സലിം, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി വൈകിയും വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെ സംഘർഷഭരിതമാകുന്നത് കണ്ടതാണ്. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണല്ലോ KPCCയുടെ ആഹ്വാനം. എന്തൊക്കെയാണ് വിവരങ്ങൾ സലീം? ഉന്മേഷ്, KPCC നേതൃത്വം സംസ്ഥാനത്തെ മുഴുവൻ പ്രവർത്തകരോടും തെരുവിലേക്ക് ഇറങ്ങാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരു സമരദിനം എന്ന നിലയിലാണ് കോൺഗ്രസ് ഷാഫി പറമ്പിലിനെതിരായ അക്രമത്തിനെതിരെ പ്രതിഷേധിക്കുന്നത്. അതിൽ ബ്ലോക്ക് തലത്തിൽ ഔദ്യോഗികമായി തന്നെ എല്ലാ ബ്ലോക്ക് തലത്തിലും പ്രതിഷേധ പ്രകടനം നടത്താൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന തലത്തിൽ, ജില്ലാ തലങ്ങളിൽ എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കും മാർച്ച് നടത്താനും കോൺഗ്രസ് നേതൃത്വം അണികളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഈ കളക്ടറേറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടത്താൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇന്നും ഇതുവരെ സമയം അറിയിച്ചിട്ടില്ലെങ്കിൽ ഇന്നും സ്വാഭാവികമായും സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ളവ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ മുഴുവൻ സംഘടനാ സംവിധാനങ്ങളെയും തെരുവിലേക്ക് ഇറങ്ങി ഇതൊരു വലിയ പ്രശ്നമാക്കി തന്നെ നിലനിർത്തുക എന്നുള്ളതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. കാരണം നിലവിൽ ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾക്കിടെയാണ് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. വലിയ നിലയിൽ സമരത്തിലേക്ക് തന്നെ കടക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നതും അതുകൊണ്ടാണ്. മാത്രമല്ല CPIM-ഉം പോലീസും ആസൂത്രിതമായി ചേർന്ന് നടപ്പിലാക്കിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചത് എന്നുള്ളതാണ് KPCC അധ്യക്ഷൻ ഇതിനോടകം തന്നെ വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞത്. സ്വാഭാവികമായും ഇന്നും അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടാകും. ഇന്നലെ എല്ലാ നേതാക്കളും, KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തുടങ്ങിയവർ പറഞ്ഞത് നടന്നത് CPIM-ഉം ഒപ്പം തന്നെ പോലീസും തമ്മിലുള്ള ഗൂഢാലോചനയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനുകളിലേക്കുള്ള മാർച്ച് ഉൾപ്പെടെയുള്ളവയാണ് കോൺഗ്രസ് നിലവിൽ ആലോചിക്കുന്നത്. ഉന്മേഷ്. സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. സംഘർഷത്തിൽ പരിക്കേറ്റ വടകര MP ഷാഫി പറമ്പിൽ ചികിത്സയിൽ തുടരുകയാണ്. മൂക്കിന്റെ 2 ഭാഗങ്ങൾ പൊട്ടലേറ്റ MPയുടെ ശസ്ത്രക്രിയ ഇന്ന് പുലർച്ചെ പൂർത്തിയായി. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് ഷാഫി പറമ്പിൽ ചികിത്സയിൽ കഴിയുന്നത്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ഇപ്പോൾ തുടരുന്നുണ്ട്. ഷഹദ്, ഈ ഷാഫിയുടെ ആരോഗ്യനില നിലവിൽ എങ്ങനെയാണ്? ശസ്ത്രക്രിയ നടത്തിയെന്ന് പറയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഹദ്? ഉന്മേഷ്, രാവിലെയോട് കൂടിയിട്ടാണ് ഷാഫി പറമ്പിൽ MPയുടെ ശസ്ത്രക്രിയ പൂർത്തിയായിട്ടുണ്ടായിരുന്നത്. ഇന്നലെ മൂക്കിനാണ് ഷാഫി പറമ്പിലിന് പ്രധാനമായിട്ടും പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു ശസ്ത്രക്രിയ ആവശ്യമുണ്ട് എന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മൂക്കിന്റെ പാലത്തിന്റെ ഭാഗത്താണ് എന്തോ തരത്തിൽ തകരാറ് സംഭവിക്കുകയും മൂക്കെന്ന് വലിയ രീതിയിൽ രക്തം വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് ഇന്ന് പുലർച്ചയോട് കൂടിയിട്ടാണ് സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്പസമയത്തിനകം വാർഡിലേക്ക് മാറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷാഫി പറമ്പിൽ MPയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ശസ്ത്രക്രിയ പൂർത്തിയായി. ഷഹദ് റഹ്മാനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കോടതി നിർദ്ദേശിച്ച പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഔദ്യോഗികമായി ആരംഭിച്ചു. ദേവസ്വം ബോർഡിന്റെ പരാതി DGP SITക്ക് കൈമാറുകയും കേസ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. കോടതി ഉത്തരവിൽ ഉൾപ്പെട്ടവർ പ്രതികളാകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങളുമായി സലീം മാലിക് ചേരുന്നു. സലീം മാലിക്, ഇന്നലെ തന്നെ ഇതൊരു FIR രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു. FIR രജിസ്റ്റർ ചെയ്താൽ സ്വാഭാവികമായി അവിടെ നിന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെ ഹൈക്കോടതി രൂക്ഷമായ നിരീക്ഷണങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഒപ്പം ഈ പറയുന്ന ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് ഇന്ന് അവിടെ മൂല്യനിർണ്ണയം നടത്താൻ അവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഇന്നത്തെ ഒരു ആകെ മൊത്തം കാര്യങ്ങൾ നടക്കാൻ സാധ്യത?
ഉന്മേഷ് സുഹൈൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്ന ഈ ശബരിമല സ്വർണ്ണമോഷണത്തിൽ ഇനി അതിൻ്റെ രണ്ടാം സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇനി ഏത് നിമിഷം വേണമെങ്കിലും പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ അറസ്റ്റ് ആരുടേതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിലവിൽ ആകാംക്ഷയായി ഉള്ളത്. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ വിവിധ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ പ്രതികളാക്കിയാണ് നിലവിൽ കേസെടുക്കുക. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഏതെങ്കിലും ഉദ്യോഗസ്ഥരാകുമോ അതല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം അറസ്റ്റ് ചെയ്യുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി ആകാംക്ഷ. എന്തായാലും SIT ഔദ്യോഗികമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ ഒരു പ്രാഥമിക തലത്തിലുള്ള അന്വേഷണമായിരുന്നുവെങ്കിൽ ഒരു ഒഫീഷ്യൽ സ്വഭാവത്തിലുള്ള അന്വേഷണത്തിലേക്ക് ഇന്നു മുതൽ കടക്കുകയാണ്. പ്രത്യേകിച്ചും കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ. ഒപ്പം കോടതി നിർദ്ദേശത്തിന് പുറമെ നിലവിൽ DGPക്ക് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചൊരു പരാതിയുണ്ട്. അതുകൂടി DGP ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറിയിട്ടുണ്ട്. അതുകൂടി കേസ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അങ്ങനെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കൂടി ഇതുമായി ബന്ധപ്പെട്ട് തുടങ്ങുകയാണ് എന്നുള്ളതാണ്. ഈ കോടതി ഉത്തരവിൽ പറഞ്ഞ എല്ലാവരെയും പ്രതികളാക്കും. ഒപ്പം തന്നെ മറ്റാരെങ്കിലും പ്രതികളാക്കണമോ എന്ന് SITക്ക് തീരുമാനിക്കാം. അതിൽ തന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് പുറമേയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഈ രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടെ പ്രതികളാക്കണമോ എന്നുള്ളതൊക്കെ SITക്കുള്ള തീരുമാനമാണ്. ആ നിലയിലുള്ളൊരു കേസെടുക്കൽ ഈ രാഷ്ട്രീയക്കാരെ ഉൾപ്പെടെ ഇതിലേക്ക് ഉൾപ്പെടുത്തുമോ എന്നുള്ളതുൾപ്പെടെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും അധികം വൈകാതെ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. കാരണം ഈ അറസ്റ്റ് വൈകിപ്പിക്കുന്നത് രാഷ്ട്രീയമായി തന്നെ ക്ഷീണമുണ്ടാക്കുമെന്നൊരു വിലയിരുത്തൽ നിലവിൽ CPIMനുണ്ട്. കാരണം ഈ അറസ്റ്റ് വൈകുന്നതിനനുസരിച്ച് പ്രധാനപ്പെട്ട നേതാക്കൾ ദേവസ്വം ബോർഡിൻ്റെ അക്കാലങ്ങളിലുള്ള പ്രസിഡന്റുമാരൊപ്പം തന്നെ മന്ത്രിമാർ എന്നിവർ ഉൾപ്പെടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും വളരെ വേഗത്തിൽ തന്നെ ഇക്കാര്യങ്ങളിലൊരു തീരുമാനമുണ്ടാകും. ഒപ്പം തന്നെ പല സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സംസ്ഥാനത്തിന് പുറത്തുകൂടി നടന്ന ഇടപാടായതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി പോയി ഒന്നിലധികം സംഘങ്ങളായി തിരിഞ്ഞുള്ള അന്വേഷണമാകും SIT നടത്തുക. ഉന്മേഷ് സുഹൈൽ. സലീം, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമികമായ അന്വേഷണമൊക്കെ നടന്നതാണ്. അവരുടെ നിഗമനങ്ങളുണ്ട്, അവർ നൽകിയ റിപ്പോർട്ടുണ്ട്. ഈ SITയുടെ ഒരു അന്വേഷണ രീതി എങ്ങനെയായിരിക്കും സലീം? ഉന്മേഷ്, SITയുടെ അന്വേഷണ രീതി ദേവസ്വം വിജിലൻസിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. പ്രത്യേകിച്ചും ദേവസ്വം വിജിലൻസിന്റെ അധികാര പരിധികൾ പരിമിതമാണ്. ഇത്തരത്തിൽ ഈ ദേവസ്വവുമായി ബന്ധപ്പെട്ട ആ ചുറ്റുവട്ടത്ത് നടന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കും മാത്രമാണ് ഈ ദേവസ്വം വിജിലൻസിന് കഴിയുക. അതുകൊണ്ട് തന്നെ വിശാലമായ തരത്തിലൊരു അന്വേഷണം ഉണ്ടാകില്ല. ദേവസ്വവുമായി ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളായിരുന്നു ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്തത്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച ആ റിപ്പോർട്ട് നിലവിൽ SIT ടീം പരിശോധിക്കുകയും അത് പ്രാഥമികമായ രേഖയായി സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ അന്വേഷണം പൂർണ്ണമായും മറ്റൊരു ഏജൻസി എന്ന നിലയിൽ ദേവസ്വത്തിൽ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുന്നതായിരിക്കില്ല. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ കച്ചവടം നടത്തിയ സ്ഥലങ്ങൾ, ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയ ഇടങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ നേരിട്ട് പോവുകയും അവിടെ നിന്ന് തെളിവ് ശേഖരിക്കുകയും ചെയ്യും. ആവശ്യമെങ്കിൽ ഈ അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. ദേവസ്വം വിജിലൻസിനാണെങ്കിൽ ഇതിനൊന്നും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതുപോലെ ഒരു അന്വേഷണമാകില്ല ഇനി SITയുടെ ഭാഗത്തുനിന്നുണ്ടാവുക. അത് തികച്ചും ഒരു പോലീസ് സ്വഭാവത്തിൽ തന്നെയുള്ള അന്വേഷണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ശബരിമലയിൽ ഉൾപ്പെടെ അവിടുത്തെ ആരെയെങ്കിലും ചോദ്യം ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേക അനുമതി വാങ്ങേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും ചോദ്യം ചെയ്യലിലേക്കും ഉൾപ്പെടെ കടക്കുകയും ചെയ്യും. ഉന്മേഷ്. സലീം മാലിക്കാണ് വിവരം നൽകിയത്. SITയുടെ അന്വേഷണത്തിന് സെക്കൻഡ് ഫേസ് ആയിരിക്കും മുതൽ ഉണ്ടാകുക എന്നൊരു സൂചനകൾ കൂടിയാണ് വരുന്നത്. FIR അടക്കം രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് അടക്കം നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുക്കാനായി ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരൻ ഇന്ന് സന്നിധാനത്തെത്തും. 11 മണി മുതൽ ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ പരിശോധന നടത്താനാണ് നിലവിലെ തീരുമാനം. നാളെയായിരിക്കും ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കൊണ്ടുവന്ന ദ്വാരപാലക ശില്പങ്ങൾ പരിശോധിക്കുക. പത്തനംതിട്ട നേവി ജയശങ്കർ ചെയ്യുന്നു. ജയശങ്കർ, നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസ് പറഞ്ഞതാണ് ദേവസ്വം രജിസ്ട്രിയിൽ വലിയ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ജസ്റ്റിസ് KT ശങ്കരന്റെ പരിശോധന ഏറെ നിർണായകമാണ്. എങ്ങനെയായിരിക്കും പരിശോധനയുടെ സ്വഭാവം? സുഖയില ഇന്ന് 7 മണിയോടുകൂടി സന്നിധാനത്തേക്ക് തിരിക്കും. രാവിലെ 11 മണി മുതൽ പരിശോധന നടത്താനാണ് നിലവിലെ തീരുമാനം. ഇന്ന് മറ്റു തരത്തിലുള്ള വസ്തുക്കളായിരിക്കും പരിശോധനയ്ക്ക് വിധേയമാക്കുക. സ്വർണ്ണാഭരണങ്ങൾ, മറ്റ് ഉരുപ്പടികളായിരിക്കും പരിശോധനയ്ക്ക് വിധേയമാക്കുക. നാളെ ആയിരിക്കും ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കൊണ്ടുവന്ന സ്വർണ്ണ പാളികൾ പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഈ സ്മിത്ത് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദഗ്ധർ കൂടി അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. അവരായിരിക്കും ഈ കാര്യത്തിൽ ജസ്റ്റിസ് KT ശങ്കറിനെ സഹായിക്കുക. ഈ മൂല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ജസ്റ്റിസ് KT ശങ്കരന്റെ ഒരു റിപ്പോർട്ട് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മൂല്യ പരിശോധന
പരിശോധനയ്ക്ക് വേണ്ടി ജസ്റ്റിസ് KT ശങ്കറിനെ അമിക്കസ് ക്യൂറിയായി ഹൈക്കോടതി നിയോഗിക്കുകയും ചെയ്തു. എന്തായാലും അദ്ദേഹം ഇന്നും നാളെയും സന്നിധാനത്ത് പരിശോധന പൂർത്തിയാക്കും. കൃത്യമായി ഹൈക്കോടതി സമയക്രമം ഉൾപ്പെടെ പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ട്. രാവിലെ 11 മണി മുതൽ 4 മണി വരെ ആയിരിക്കും ഇന്നത്തെ പരിശോധന. രണ്ടാം ദിവസം ഞായറാഴ്ച ഈ പരിശോധന തുടരും. ശബരിമലയിലെ സന്നിധാനത്തെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം ആറന്മുളയിലേക്ക് നീങ്ങുക എന്നതാണ് ദൗത്യം. നിലവിൽ തിങ്കളാഴ്ച ആറന്മുളയിലെ ശബരിമലയിലെ പ്രധാന സ്ട്രോങ് റൂം പരിശോധിക്കാൻ ആണ് ആലോചിക്കുന്നത്. ഒരുപക്ഷെ ശബരിമലയിലെ പരിശോധന നീണ്ടുപോയാൽ ആറന്മുളയിലെ പരിശോധനയും നീളും. പക്ഷേ നിലവിലെ ക്രമീകരണം അനുസരിച്ച് തിങ്കളാഴ്ച ആറന്മുളയിലും പരിശോധന നടത്തും. എന്തായാലും ജസ്റ്റിസ് KT ശങ്കറിന്റെ പരിശോധനയുടെ ഒരു റിപ്പോർട്ട് അതും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് ഏറെ നിർണായകമാണ്. എന്തായാലും 7 മണിയോടുകൂടി അദ്ദേഹം സന്നിധാനത്തേക്ക് തിരിക്കുമെന്നാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരം. സുഹേൽ. A. വിജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റ സംഭവത്തിൽ പ്രതി സനൂപിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങിക്കും. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും മുൻകൂട്ടി തീരുമാനിച്ചാണോ കൃത്യം നടപ്പിലാക്കിയതെന്ന് വ്യക്തമാക്കുന്നതിനും വേണ്ടിയാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. അതേസമയം ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് KGMOAയുടെ തീരുമാനം. വിവരങ്ങളുമായി ഷഹദ് റുമാനാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചേരുന്നത്. ഷഹദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, ഇന്നലെ ഈ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കസ്റ്റഡിയിൽ ലഭ്യമാകും എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രതീക്ഷ. അത് കസ്റ്റഡിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഇയാളെ വിശദമായിട്ട് ചോദ്യം ചെയ്യും. പ്രധാനമായിട്ടും ഇയാൾ ഒറ്റയ്ക്കാണോ ഈ കൃത്യം നിർവഹിച്ചത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം ഇയാൾക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നോ എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇയാൾ കുട്ടികളുമായിട്ടാണ് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ സംഭവശേഷം കുട്ടികളെ ആരും തന്നെ കണ്ടിട്ടില്ല. അപ്പോൾ കുട്ടികൾ എങ്ങനെ പോയി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടൊരു അന്വേഷണം നടക്കേണ്ടതുണ്ട്, അത് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എത്രയും വേഗം കസ്റ്റഡിയിൽ വാങ്ങി ഇയാളെ ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. മറ്റൊന്ന്, ഈ സമരം, അതായത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ സമരം, അത് 3ാം ദിവസത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. ഇന്നലെ സൂപ്രണ്ട്, അതായത് ഇന്നലെ ആശുപത്രിയിൽ ഡോക്ടർമാരും ഒപ്പം തന്നെ ജീവനക്കാരും ഒരു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിലെ തീരുമാനങ്ങൾ ഇന്നലെ സൂപ്രണ്ടിനെ അറിയിച്ചു. സൂപ്രണ്ട് പിന്നീട് അത് DMOക്കും DMO അത് കളക്ടർക്കും കൈമാറിയിട്ടുണ്ടായിരുന്നു. കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്നലെ KGMO ഭാരവാഹികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഇന്നലെ രാത്രി KGMO ഭാരവാഹികൾ ഒരു യോഗം അടിയന്തരമായിട്ട് ചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ യോഗ തീരുമാനങ്ങളൊന്നും ഇതുവരെ പുറത്തെത്തിയിട്ടില്ല. ഒരു പക്ഷേ ഇന്ന് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ഈ ഡോക്ടർമാരും ജീവനക്കാരും ഏകദേശം 5ഓളം ഇനം ആവശ്യങ്ങളാണ് സർക്കാരിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. അത് ഇങ്ങനെയാണ്. ഒന്ന്, ഈ ആശുപത്രിയിൽ ജീവനക്കാർക്ക്, അതായത് ആശുപത്രി ജീവനക്കാർക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക. മറ്റൊന്ന്, ആശുപത്രിയിൽ പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കുക. മറ്റൊന്ന്, വിമുക്ത ഭടന്മാർ ഉൾപ്പെടെ കൂടുതൽ സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കുക. കാഷ്വാലിറ്റിയിൽ നിലവിൽ ഡോക്ടർ എന്നത് 2ആയി ഉയർത്തുക. നിലവിൽ ഒരു ഡോക്ടറാണ്, അത് 2ആയി ഉയർത്തുക. 2 മണിക്ക് ശേഷവും സമാന്തര OP പ്രവർത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ പ്രധാനമായിട്ടും സർക്കാരിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് ഒരു അടിയന്തര യോഗം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കളക്ടറൊക്കെ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ട പശ്ചാത്തലത്തിൽ. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവിനെ തുടർന്ന് ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സംഭവത്തിൽ പരാതിക്കാരിയെ സുമയ്യ ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ആകും. 2ാം ഘട്ട പരിശോധനയിലും ഗൈഡ് വയർ പുറത്തെടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വിദഗ്ധ ഡോക്ടേഴ്സിന്റെ കണ്ടെത്തൽ. ധമനിയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഗൈഡ് വയർ പുറത്തെടുത്താൽ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് വീണ്ടും ചേർന്നു. സലീം മാലിക്, ഈ ഗൈഡ് വയറുമായി ഇനി അങ്ങോട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരുന്നൊരു ഗതികേടിലേക്കാണോ സുമയ്യ നീങ്ങുന്നത്? മറ്റു വഴികളില്ലേ? ഉന്മേഷ്, സുഹൈൽ, അത് നേരത്തെ തന്നെ ഏറെക്കുറെ ഉറപ്പായതായിരുന്നു. സുമയ്യയ്ക്ക് ആ ഗൈഡ് വയറിനെ പുറത്തെടുക്കാൻ കഴിയില്ലെന്നും ജീവിതകാലം മുഴുവൻ ആ വേദന സഹിച്ച് തന്നെ മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകണമെന്നുമുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അപ്പോഴും ആ വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ അംഗീകരിക്കാൻ സുമയ്യ തയ്യാറായിരുന്നില്ല. പരമാവധി പരിശോധനകൾ വേണമെന്നുള്ളതായിരുന്നു സുമയ്യയുടെയും കുടുംബത്തിൻ്റെയും നിലപാട്. അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം സുമയ്യയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നാലെ ഇന്നലെ മണിക്കൂറുകൾ നീണ്ട പരിശോധന നടത്തി. വിദഗ്ധ സമിതി ഡോക്ടർമാർ മണിക്കൂറുകൾ നീണ്ട പരിശോധന
നടത്തിയെങ്കിലും യാതൊരു ഗുണവും ആ പരിശോധനയിലും ഉണ്ടായില്ല. ധമനിയോട് ഒട്ടിച്ചേർന്നാണ് ആ ഗൈഡ് വയർ ഇപ്പോഴുള്ളത്. അത് പുറത്തെടുക്കുകയാണെങ്കിൽ അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും എന്നുള്ളതാണ് പറയുന്നത്. ഗുരുതരമായ ഒരു അനാസ്ഥയാണ് അതുമായി ബന്ധപ്പെട്ട ഉള്ളത്. അതിൻ്റെ എല്ലാ സാധ്യതകളും ഇന്നലെ ഡോക്ടർമാർ പരിശോധിച്ചിരുന്നു. ഏതെങ്കിലും നിലയിൽ അത് പുറത്തെടുക്കാൻ കഴിയുമോ എന്നത് പരിശോധിച്ചെങ്കിലും ഒരു വിധത്തിലും പുറത്തെടുക്കാൻ കഴിയില്ല എന്നൊരു നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു. അതിന് പിന്നാലെ ഇക്കാര്യം സുമയ്യയെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഡിസ്ചാർജ് ആവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഈ പരിശോധനയിൽ സുമയ്യ തൃപ്തയല്ല. എങ്കിൽ പോലും ഇനിയൊരു പരിശോധനയ്ക്ക് പോലും സാധ്യതയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഏതെങ്കിലും നിലയിൽ സാധ്യതയുണ്ടെങ്കിൽ അത് പരിഗണിക്കും. ഏതായാലും ഡിസ്ചാർജ് ആയതിനു ശേഷം സുമയ്യ തുടർ നടപടികൾ എന്ത് എന്നുള്ളതാണ് ആലോചിക്കുന്നത്. നേരത്തെ തന്നെ സർക്കാർ ജോലി ഉൾപ്പെടെയുള്ളവ ആവശ്യപ്പെട്ടിരുന്നു. ഇനി ആ നിലയിൽ ഏതെങ്കിലും തരത്തിലൊരു സമരത്തിലേക്ക് കടക്കുമോ എന്നതാണ് നോക്കേണ്ടത്. ആദ്യഘട്ടത്തിൽ അത്തരത്തിൽ ചില ആലോചനകൾ സുമയ്യയ്ക്കും കുടുംബത്തിനും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ വിദഗ്ധ സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം മതി മറ്റെല്ലാം എന്നുള്ളതായിരുന്നു. എന്തായാലും ആ പരിശോധനയിലും ഗൈഡ് വയർ പുറത്തെടുക്കാൻ കഴിയാത്തതോടുകൂടി മതിയായ നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ സുമയ്യയുടെ കുടുംബം ആവശ്യപ്പെടുന്നത്. അത് അംഗീകരിക്കുമോ എന്നുള്ളതാണ് കാണേണ്ടത്. അങ്ങനെ ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാടില്ലെങ്കിൽ ഒരു സമരത്തിലേക്ക് കൂടി കടക്കാനാണ് സുമയ്യയുടെ തീരുമാനം. സുഹൈൽ, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ചൈനയ്ക്ക് മേൽ 100% അധിക തീരുവ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നവംബർ 1 മുതൽ പുതിയ തീരുവ നിലവിൽ വരും. ചൈനയ്ക്കുമേൽ നിർണായക സോഫ്റ്റ്വെയറുകളിൽ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം അമേരിക്കയിൽ സർക്കാർ ജീവനക്കാരുടെ പിരിച്ചുവിടൽ ആരംഭിച്ചുവെന്ന് വൈറ്റ് ഹൌസ്. സർക്കാർ സേവനങ്ങളുടെ ഭാഗിക ഷട്ട്ഡൌൺ തുടരുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. എത്ര ജീവനക്കാരെ പിരിച്ചുവിട്ടുവെന്ന കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. വിവരങ്ങളുമായി മെറിൻ മേരി ചാക്കോ ചേരുന്നു. മെറിൻ, ഇപ്പോൾ വീണ്ടും ചൈനയ്ക്ക് മേൽ 100% നികുതി ചുമത്താൻ പോവുകയാണ്. എന്താണ് ട്രംപ് ഇതുവഴി ആലോചിക്കുന്നത്? എന്താണ് ട്രംപ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്? ഗുഡ് മോർണിംഗ് ഉന്മേഷ് ആൻഡ് സുഹേൽ. വീണ്ടും മാസങ്ങൾ നീണ്ട ട്രേഡ് ട്രൂസ് അല്ലെങ്കിൽ തീരുവ യുദ്ധവിരാമത്തിന് ശേഷം വീണ്ടും ഒരു തീരുവ യുദ്ധത്തിലേക്ക് ലോകം പോവുകയാണ്. വീണ്ടും ചൈനയ്ക്ക് മേൽ ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 100% അധിക തീരുവ ചുമത്തുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എക്സിലൂടെയാണ് ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. നവംബർ 1 മുതൽ ഈ ഒരു അധിക തീരുവ നിലവിൽ വരുമെന്നാണ് പ്രഖ്യാപനം. നേരത്തെ തന്നെ 30% തീരുവ ചൈനയ്ക്ക് മേലുണ്ട്. ഇതോടെ ചൈനയ്ക്ക് മേൽ ആകെ 130% തീരുവ ചുമത്തുമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രഖ്യാപനം. മാത്രമല്ല ചൈനയ്ക്ക് മേൽ സോഫ്റ്റ്വെയർ കയറ്റുമതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ചൈന ലോകത്തെ തടങ്കലിലാക്കുന്നത് അംഗീകരിക്കാനാകില്ല. വളരെ ഹോസ്റ്റൈൽ അല്ലെങ്കിൽ ശത്രുതാപരമായിട്ടാണ് ചൈന പെരുമാറുന്നത്. അതുകൊണ്ട് ചൈനയുടെ നടപടികളെല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നീക്കമെന്ന് തന്നെയാണ് ട്രംപ് ഇപ്പോൾ എക്സിലൂടെ അല്ലെങ്കിൽ ട്രൂത്ത് സോഷ്യലിലൂടെ ഇത് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ പുറകെയുള്ള തീരുമാനമെന്ന് പറയുന്നത് അപൂർവ ധാതുക്കളുടെ കയറ്റുമതിക്ക് മേൽ ചൈന ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ ഒരു തീരുവ പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയമാണ്. അത് ഇലക്ട്രോണിക് വസ്തുക്കളുടെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയിലാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ചൈന തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് 100% അധിക തീരുവ ചുമത്താനുള്ള ട്രംപിന്റെ തീരുമാനം വന്നിരിക്കുന്നത്. നവംബർ 1 മുതൽ ഈ ഒരു തീരുമാനം നിലവിൽ വരുമെന്ന് പറയുന്നു. മാത്രമല്ല തൊട്ടു പിന്നാലെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ കാണാനുമില്ലെന്നും ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഈ മാസം 31-ന് ദക്ഷിണ കൊറിയയിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഈ തൊട്ടു പിന്നാലെ ഈ അധിക തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആ കൂടിക്കാഴ്ച ഉണ്ടാകില്ലെന്നും ട്രംപ് ഇപ്പോൾ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. സുഹൈൽ, ഉന്മേഷ്. ഇപ്പോൾ ഈ ഷട്ട് ഡൗൺ പശ്ചാത്തലത്തിൽ അതെന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അമേരിക്കയിൽ? ഇപ്പോൾ ഈ സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിട്ട് തുടങ്ങിയെന്ന് വൈറ്റ് ഹൗസ് അറിയിക്കുന്നുണ്ടല്ലോ. നിലവിൽ എത്രത്തോളം പ്രതിസന്ധി ഉണ്ട് അമേരിക്കയിൽ, മെറിൻ? ഉന്മേഷ്, സുഹേൽ, ഇപ്പോൾ അമേരിക്കയിൽ സർക്കാർ ഷട്ട് ഡൗൺ 11-ാം ദിവസമാണ്. ഈ മാസം 1-നാണ് ഷട്ട് ഡൗൺ ആരംഭിച്ചത്. ഇതിന് ഭാഗമായി നേരത്തെ തന്നെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു സർക്കാർ ജീവനക്കാരെ കൂട്ട പിരിച്ചുവിടൽ വേണ്ടിവരുമെന്ന്. ഇത് ആ ഒരു നടപടികളിലേക്ക് ഇപ്പോൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത് റിഡക്ഷൻ ഇൻ ഫോഴ്സ് അല്ലെങ്കിൽ RIF എന്ന പദമാണ് അവരതിന് ഉപയോഗിക്കുന്നത്. അത് OMB ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ബഡ്ജറ്റിന്റെ ഡയറക്ടറായിട്ടുള്ള റസൽ വോട്ട് ഈ ഒരു കാര്യം അദ്ദേഹം ഇപ്പോൾ എക്സിലൂടെ അറിയിച്ചിരിക്കുകയാണ്. അത്തരം നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ എത്ര ജീവനക്കാരെയാണ് ഇത്തരത്തിൽ പിരിച്ചുവിട്ടിരിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. നേരത്തെ തന്നെ ഈ ഒരു ധനാനുമതി ബിൽ സെനറ്റിൽ തുടർച്ചയായി പരാജയപ്പെട്ട സാഹചര്യത്തിൽ തന്നെയാണ് അമേരിക്ക ഒരു ഷട്ട് ഡൗണിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ആ ഷട്ട് ഡൗണിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിടേണ്ട ഒരു നടപടികളിലേക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. റിഡക്ഷൻ ഇൻ ഫോഴ്സ് അല്ലെങ്കിൽ RIF എന്ന പേരിൽ ആ കൂട്ട പിരിച്ചുവിടൽ നടപടികളിലേക്ക് അമേരിക്ക കടന്നിരിക്കുന്നു. അമേരിക്കൻ സർക്കാർ ഷട്ട് ഡൗൺ 11-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഉന്മേഷ്, സുഹൈൽ. ഒരു ഭാഗത്ത് മറ്റു രാജ്യങ്ങൾക്ക് മേൽ അധിക തീരുവ ചുമത്തുന്നു, മറുഭാഗത്ത് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാനാകാതെ പിരിച്ചുവിടുന്നു. ധനബിൽ പാസ്സാക്കാനാകാത്താണ് പ്രതിസന്ധി.
സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല. സലീം മാലിക് ചേരുന്നു. സലീം, എന്താണ് വിവരങ്ങൾ? ഉന്മേഷ്, സുഹൈൽ, നിലവിൽ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ്. യെല്ലോ മുന്നറിയിപ്പാണ് ജില്ലകളിലുള്ളത്. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യത കൽപ്പിക്കുന്നത്. അത് ഈ മാസം 13 വരെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിക്കാനുള്ള കാറ്റിനും ഈ മുന്നറിയിപ്പ് പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായി വന്ന മുന്നറിയിപ്പ്, ഏറ്റവും ഒടുവിൽ 2 മണിക്കൂർ മുൻപ് പുറപ്പെടുവിച്ച ദിനാന്തരീക്ഷ പ്രകാരം അടുത്ത 3 മണിക്കൂറിനിടയിൽ എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. നേരിയ ഇടത്തരം മഴയ്ക്കാണ് നിലവിൽ സാധ്യത കൽപ്പിക്കുന്നത്. ഈ മത്സ്യബന്ധനത്തിനുൾപ്പെടെ നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. എങ്കിൽ പോലും ഇടിമിന്നൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 12-ാം തീയതിയോടുകൂടി ഈ ഇടിമിന്നൽ ഉൾപ്പെടെയുള്ള മഴ അവസാനിക്കും എന്നുള്ളതാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു വിലയിരുത്തൽ. നിലവിൽ ഈ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ എവിടെയും മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. സുഹൈൽ, അമേരിക്കയിലെ ടെനസിയിൽ സൈന്യത്തിന്റെ സ്ഫോടക വസ്തു നിർമ്മാണ കേന്ദ്രത്തിൽ സ്ഫോടനം. നിരവധി പേർ കൊല്ലപ്പെട്ടു. 19 പേരെ കാണാനില്ല. നാഷ്വില്ലിൽ നിന്ന് 90 കിലോമീറ്റർ അകലെയുള്ള ഹിക്മാനിലെ അക്യുറേറ്റ് എനർജറ്റിക് സിസ്റ്റംസ് ഫാക്ടറിയിലാണ് സ്ഫോടനമുണ്ടായത്. പ്രാദേശിക സമയം രാവിലെ 8 മണിക്കായിരുന്നു സ്ഫോടനം. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലായതോടെ ഇസ്രായേൽ സൈന്യം മുൻ നിശ്ചയിച്ച പിൻവാങ്ങൽ രേഖയിലേക്ക് പിന്മാറി തുടങ്ങി. ബന്ദിമോചനത്തിനായി സമാധാന പദ്ധതി പ്രകാരമുള്ള 72 മണിക്കൂർ സമയപരിധി ആരംഭിച്ചു. 20 ജീവിച്ചിരിക്കുന്ന ബന്ദികളെയും 28 ബന്ദികളുടെ മൃതദേഹവുമാണ് കൈമാറുക. പകരം 2000-ഓളം പലസ്തീൻ തടവുകാരെ വിട്ടയക്കും. ബന്ദികളാക്കപ്പെട്ട മുഴുവൻ പേരും തിരിച്ചെത്തില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ടെലിവിഷൻ സന്ദേശത്തിൽ സൂചിപ്പിച്ചു. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ തെക്കൻ ഗസയിൽ നിന്ന് വടക്കൻ ഗസയിലേക്ക് പലായനം ആരംഭിച്ചു. പൗരത്വത്തിനുള്ള ഫാസ്റ്റ് ട്രാക്ക് നിയമനം റദ്ദാക്കി ജർമ്മനി. അന്താരാഷ്ട്ര വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. പൗരത്വത്തിനുള്ള ഫാസ്റ്റ് ട്രാക്ക് നിയമം റദ്ദാക്കി ജർമ്മനി. 3 വർഷം കൊണ്ട് പൗരത്വം നേടാൻ വഴിയൊരുക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് പൗരത്വ നിയമമാണ് റദ്ദാക്കിയത്. പാർലമെന്റിൽ ബില്ലിന് അനുകൂലമായി 450 അംഗങ്ങൾ വോട്ട് ചെയ്തു. 134 പേർ എതിർത്ത് വോട്ട് ചെയ്തു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന അവധിക്കാല കേന്ദ്രമായി ശ്രദ്ധ നേടി ഖത്തർ. ദ ടെലഗ്രാഫും ട്രാവൽ ഓഫ് പാർട്ടും പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഖത്തർ റെക്കോർഡ് നേടിയത്. 2019 മുതൽ ഖത്തറിൽ സന്ദർശകരുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടായതായി റിപ്പോർട്ടുകൾ. സ്ത്രീ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ദുബായ് പോലീസ് സിമുലേഷൻ ശില്പശാല സംഘടിപ്പിച്ചു. ദുബായ് പോലീസിന്റെ മനുഷ്യാവകാശ വിഭാഗവും ഫ്യൂച്ചർ ഫോർസൈറ്റ് സെന്ററും ചേർന്നാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ഭാവി സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെക്കുറിച്ച് ശില്പശാലയിൽ ചർച്ച നടന്നു. കുവൈറ്റിലെ അനധികൃത തൊഴിലാളി പ്രവർത്തനങ്ങൾ തടയുന്നതിന്റെ ഭാഗമായുള്ള ക്യാമ്പയിനിൽ മനുഷ്യക്കടത്തും അനധികൃത വിസ വിൽപ്പനയും നടത്തിയിരുന്ന ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസ് കണ്ടെത്തി. ഷഹീലിൽ പ്രവർത്തിച്ചിരുന്ന റിക്രൂട്ട്മെന്റ് ഓഫീസാണ് അധികൃതർ കണ്ടെത്തിയത്. UAE-യിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യത. ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സെബാസ്റ്റ്യൻ ലുക്കോർണു വീണ്ടും ഫ്രഞ്ച് പ്രധാനമന്ത്രിയാകും. ലുക്കോർണുവിനോട് പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ആവശ്യപ്പെട്ടു. 4 ദിവസം മുമ്പാണ് ലുക്കോർണു പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെച്ചത്. തീവ്ര വലതുപക്ഷക്കാരും തീവ്ര ഇടതുപക്ഷക്കാരും ഒഴികെയുള്ള എല്ലാ നേതാക്കളെയും ഇന്നലെ കണ്ട ശേഷമാണ് മക്രോണിന്റെ പ്രഖ്യാപനം. ലോകത്തെ പ്രധാന വിനോദ പരിപാടികളിൽ ഒന്നായ റിയാദ് സീസൺ ഫെസ്റ്റിവലിന് തുടക്കം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന പരേഡ് വൈവിധ്യമാർന്ന ദൃശ്യവിരുന്നുകളാൽ സമ്പന്നമായിരുന്നു. ന്യൂയോർക്കിലെ മാസിസ് കമ്പനിയുടെ ഭീമൻ ബലൂണുകളായിരുന്നു പരേഡിന്റെ പ്രത്യേകത. വർണ്ണാഭമായ പരേഡോടെയാണ് 6ാമത് റിയാദ് സീസൺ ഫെസ്റ്റിവൽ ആരംഭിച്ചത്. ന്യൂയോർക്കിലെ മാസിസ് കമ്പനിയുടെ ഭീമൻ ബലൂണുകളായിരുന്നു പരേഡിന്റെ ഇത്തവണത്തെ പ്രത്യേകത.
അമേരിക്കയ്ക്ക് പുറത്ത് കമ്പനി ആദ്യമായാണ് പരേഡിന്റെ ഭാഗമാകുന്നത്. 3000-ലേറെ നർത്തകരും പരേഡിൽ പങ്കെടുത്തു. ബോളിവുഡ് സിറ്റിക്കും കിങ്ഡം അറീനയ്ക്കും ഇടയിലായിരുന്നു പരേഡ്. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ 10,000-ങ്ങൾ ഉദ്ഘാടന പരേഡിന് സാക്ഷിയാകാനെത്തി. 11 സോണുകളിലായാണ് ഇത്തവണ ഫെസ്റ്റിവൽ നടക്കുന്നത്. 100-ലധികം ഈവന്റുകൾ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കും. 15 ലോക ചാമ്പ്യൻഷിപ്പും നടക്കുന്നുണ്ട്. 34 പ്രദർശനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കലാ-സാംസ്കാരിക പരിപാടികൾ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. 2026 മാർച്ച് വരെ നീണ്ടു നിൽക്കുന്നതാണ് പരിപാടി. കഴിഞ്ഞ വർഷം 135 രാജ്യങ്ങളിൽ നിന്നുള്ള 2 കോടിയിലേറെ സന്ദർശകരാണ് റിയാദ് സീസൺ ഫെസ്റ്റിവലിനെത്തിയത്. 24 റിയാദ്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ സ്ഥിര VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി പട്ടിക ഇന്ന് സർക്കാരിന് കൈമാറും. അഭിമുഖത്തിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട 3 മുതൽ 5 അപേക്ഷകരുടെ പട്ടികയായിരിക്കും നൽകുക. സുപ്രീം കോടതി ജസ്റ്റിസ് സുധാംശു ധൂലിയ അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റിയാണ് പട്ടിക കൈമാറുന്നത്. പട്ടികയിൽ അപേക്ഷകരുടെ മുൻഗണനാക്രമം മുഖ്യമന്ത്രി നിശ്ചയിച്ച് ഗവർണർക്ക് കൈമാറണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം. അതേസമയം ഡിജിറ്റൽ സർവകലാശാല സ്ഥിര VC നിയമനത്തിലുള്ള അഭിമുഖം ഇന്ന് അവസാനിക്കും. കഴിഞ്ഞ ദിവസം സാങ്കേതിക സർവകലാശാല VC നിയമനത്തിലുള്ള അഭിമുഖം പൂർത്തിയായിരുന്നു. 29 പേരാണ് 2 ദിവസം നീണ്ടുനിന്ന അഭിമുഖത്തിൽ പങ്കെടുത്തത്. പൂവിൽ കൊക്കുരുമുന്ന ഹമ്മിംഗ് ബേർഡ് അതൊരു സന്തോഷ കാഴ്ചയാണ്. വയനാട് മാനന്തവാടി തൃശ്ശിലേരിയിലെ വയലിലാണ് ഈ കാഴ്ച. പോലിപുരം ജോൺസൺ എന്ന കർഷകൻ 11 വർഷമായി ഇതേ വയലിൽ ചിത്രമൊരുക്കുന്നു. പഞ്ചരത്ന, ബംഗാരു ഗുലാബി, അമ്പി മോഹർ, ബോഡൻ, കുജീധാൻ, കുണ്ടപുട, കാലാമല്ലിപ്പൂൽ, ഈ പറഞ്ഞതെല്ലാം നെൽവിത്തുകളാണ്. ഇത്തരത്തിൽ ഈ വയലിൽ തെളിഞ്ഞ ചിത്രമൊരുക്കാൻ ചേർത്തുവച്ചത് 79 ഇനം നെൽവിത്തുകൾ. സാധാരണ ഞാൻ ടോപ്പിക് എടുക്കുന്നത് ആ വർഷത്തെ എന്തെങ്കിലും പ്രത്യേകത കണ്ടിട്ടാണ്. ആദ്യമായിട്ട് നമ്മൾ നല്ലവണ്ണം നിലമൊരുക്കുന്നു, വെള്ളമൊക്കെ ഒഴിവാക്കുന്നു. 2 ദിവസത്തിന് മുമ്പെങ്കിലും നമ്മൾ വെള്ളം ഒഴിവാക്കണം. എന്നിട്ട് കോലുകൊണ്ട് വരയ്ക്കുന്നു. അപ്പോൾ അതനുസരിച്ച് ഏത് നെല്ല് എവിടെ നടണം എന്നുള്ളത് അവരോട് നടുന്ന ടീമുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നടും. പ്രകൃതിയിൽ കാണുന്ന ഒരു കാര്യം ഞാൻ ഒന്ന് എൻ്റെ വയലിൽ കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. 18 വർഷം മുമ്പ് അങ്കമാലി മഞ്ഞപ്രയിൽ നിന്ന് വയനാട്ടിലേക്ക് എത്തിയതാണ് ജോൺസണും കുടുംബവും. അധ്യാപകനായിരുന്ന ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കൃഷിയും ആദിവാസി കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രവർത്തനവുമായിരുന്നു. ഇതിനായി ഒരു ട്രസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ജൈവ കൃഷിയിൽ വിജയം കൊയ്ത ജോൺസനെ തേടിയെത്തിയത് 2020-2021 വർഷക്കാലത്തെ സംസ്ഥാനത്തെ മികച്ച കർഷകനുള്ള പുരസ്കാരം. തിരുനെല്ലി അഗ്രി പ്രൊഡ്യൂസർ കമ്പനിയുടെ ചെയർമാൻ മുതൽ പാടശേഖര സമിതിയുടെ പ്രസിഡന്റ് വരെയായി കർഷകക്ഷേമ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഇദ്ദേഹം. അപ്പോൾ കൃഷിയിൽ ഇറങ്ങിയപ്പോൾ യാദൃശ്യമായിട്ട് എനിക്ക് കുറച്ച് വെറൈറ്റി നെൽവിത്തുകൾ കിട്ടി. അപ്പോൾ 18 വർഷത്തോളം നെൽകൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു 11 വർഷത്തോളം ഈ വെറൈറ്റി നെൽവിത്തുകൾ ചെയ്യുന്നുണ്ട്. വെറൈറ്റി നെൽവിത്തുകൾ എന്ന് പറഞ്ഞാൽ ഓരോ നെല്ലിനും ഓരോ പ്രത്യേകതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതിന് ഓരോ കളറുണ്ടെന്ന് മനസ്സിലാക്കി. അതിനുശേഷമാണ് ഞാൻ ഇതിനൊക്കെ ഒരു ആർട്ട് രൂപത്തിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ ഞാൻ അറൗണ്ട് ഒരു 79ഓളം നാടൻ നെൽവിത്തുകൾ സംരക്ഷിക്കുന്നുണ്ട്. എല്ലാം ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. ഈ 79 നിജപ്പെടുത്തിയിരിക്കുന്നത് ഈ വർഷം നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ 79ാം വാർഷികമായതുകൊണ്ടാണ് ഈ 79 നിർത്തിയിരിക്കുന്നത്. അടുത്ത വർഷം അത് 80 ആവും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. ഭാര്യ നാൻസിയും മക്കളായ മേഴ്സിയും അർപ്പിതയുമാണ് ചിത്രം ഒരുക്കുന്നതിലും കൃഷിയിലും സഹായം. നാടൻ നെൽവിത്തുകളുടെ സംരക്ഷണം, ജൈവ കൃഷിയുടെ പ്രചാരണം, ഇതെല്ലാമുണ്ട് ഈ തൃശ്ശിലേരിയിലെ വയൽ വരകളിൽ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. സുഡാൻ ഏത് ഭൂഖണ്ഡത്തിലാണ്? മിക്ക കുട്ടികളും മുതിർന്നവരും പോലും ഇതിനുത്തരം പറയാനൊന്ന് ആലോചിക്കും. എന്നാൽ ആഫ്രിക്കയിലാണ് സുഡാൻ എന്ന് ആഹലിന്റെ ഉത്തരം റെഡി. ഇത് മാത്രമല്ല, മറ്റേത് രാജ്യത്തെക്കുറിച്ചും പതാകയെക്കുറിച്ചും പൂക്കളെയും വാഹനങ്ങളെയും കുറിച്ചെല്ലാം ചോദിച്ചാൽ ഉത്തരം ദാ വരുന്നു. അതാണ് ആഹിൽ എന്ന 7 വയസ്സുകാരന്റെ ഓർമ്മശക്തി.
Russia, Andorra, Saudi Arabia, Armenia, Singapore, Austria, South Korea, Belarus, Sri Lanka, Belgium, Syria, Bosnia, Herzegovina. വിവിധ രാജ്യങ്ങൾ, അവയുടെ തലസ്ഥാനങ്ങൾ, പൂക്കൾ, വാഹനങ്ങൾ, നേതാക്കൾ, ഏത് ചോദ്യത്തിനും ഉത്തരം റെഡിയാണ്. പാലക്കാട് ശേഖരിപുരം ഗണേഷ് നഗറിലെ ജഹനാര മാൻഷനിൽ സമീർ കട്ടയന്റെയും ഷെറിൻ ഫർഹയുടെയും മകനാണ് ആഹിൽ കട്ടയൻ എന്ന ഈ മിടുമിടുക്കൻ. വിവിധ പൂക്കളുടെ പേരുകൾ പറഞ്ഞപ്പോഴാണ് മാതാപിതാക്കൾ ആഹിലിന്റെ കഴിവ് പ്രത്യേകം ശ്രദ്ധിച്ചത്. ഇക്കാര്യം നേരത്തെ തന്നെ സ്കൂളിലെ അധ്യാപകരും സഹപാഠികളും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. 100 പൂക്കളുടെ പേരുകൾ, വാഹനങ്ങളുടെ പേരുകൾ, വിവിധ രാജ്യങ്ങളുടെ പതാകകൾ എല്ലാം എപ്പോൾ ഏത് കാണിച്ചാലും തത്സമയം ഉത്തരം. ലോകത്തെ 195 രാജ്യങ്ങളുടെയും പതാകകൾ തിരിച്ചറിയാം. പാലക്കാട് ഗ്രീൻ ഷാൻഡോക്സ് സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ ഓർമ്മ പ്രതിഭ. 24 പാലക്കാട്. കർവാ ചൗത്ത് ആഘോഷിച്ച് ഉത്തരേന്ത്യയിലെ സ്ത്രീകൾ. ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായാണ് സ്ത്രീകൾ കർവാ ചൗത്ത് ആചരിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രധാന ആഘോഷങ്ങളിലൊന്നാണ് കർവാ ചൗത്ത്. ഭർത്താവിന്റെ ദീർഘായുസിനും ക്ഷേമത്തിനുമായി സ്ത്രീകൾ സൂര്യോദയം മുതൽ ചന്ദ്രോദയം വരെ വ്രതമനുഷ്ഠിക്കും. लंबी उम्र के लिए इसको करते हैं और पूरे विश्वास के साथ करते हैं कि ये जो व्रत है हम बिल्कुल अटूट तरीके से हमारा प्यार जो है इसी तरह से बना रहे और भगवान उसको लंबी उम्र दे और उनकी जो स्वास्थ्य की है हमेशा रक्षा करते रहे. സ്ത്രീകൾ മൈലാഞ്ചി അണിയുകയും പുതിയ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യും. ചന്ദ്രോദയത്തിൽ ചന്ദ്രനെ നോക്കിയ ശേഷം ഭാര്യ അരിപ്പയിലൂടെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കും. ചന്ദ്രോദയത്തിന് ശേഷം ഭർത്താവ് നൽകുന്ന ഭക്ഷണം കഴിച്ചാണ് സ്ത്രീകൾ വ്രതം അവസാനിപ്പിക്കുക. ഇതോടെ കർവാ ചൗത്ത് പൂർത്തിയാകും. ന്യൂസ് ഡെസ്ക് 24. ഇനി നോക്കാം ചില അറിയിപ്പുകൾ. തിരുവനന്തപുരം കാട്ടാക്കട 110 kV സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങും. കാട്ടാക്കട ടൗൺ, നെയ്യാർ ഡാം, മാറനല്ലൂർ പ്രദേശങ്ങളായിരിക്കും വൈദ്യുതി വിതരണം തടസ്സപ്പെടുക. ആലപ്പുഴ മാവേലിക്കര കോഴിക്കത്തറ ജംഗ്ഷന് സമീപത്തെ ലെവൽ ക്രോസിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ റെയിൽവേ ഗേറ്റ് അടച്ചു. ഓൾ കേരള ഇന്റർ സ്കൂൾ ബദര കലോത്സവം ബദരോത്സവ് ഇന്ന് തുടങ്ങും. എറണാകുളത്തെ കേരള ഫൈൻ ആർട്സ് സൊസൈറ്റി ഹാളിലാണ് കലോത്സവം നടക്കുക. കോഴിക്കോട് വടകര ജനതാ ഹോസ്പിറ്റൽ സൗജന്യ ശിശുരോഗ നിർണയ ക്യാമ്പ് നടത്തും. രാവിലെ 8 മുതൽ 10 വരെയായിരിക്കും ക്യാമ്പ് നടത്തും. കൊല്ലം കരുനാഗപ്പള്ളിയിൽ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് ഈ മാസം 20 വരെ ഓൺലൈനായി അപേക്ഷ നൽകാം. അർഹരായ കാർഡ് ഉടമകൾ മതിയായ രേഖകൾ സഹിതം നിശ്ചിത തീയതിക്കുള്ളിൽ അപേക്ഷിക്കണമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. വാളയാറിലെ പെൺകുട്ടികളുടെ മരണങ്ങളിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന ജനകീയ സമിതി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ദുരൂഹ മരണങ്ങൾ അന്വേഷിച്ചത്. വാളയാർ പെൺകുട്ടികളുടെ മരണങ്ങൾക്ക് പിന്നാലെ CBI സമർപ്പിച്ച റിപ്പോർട്ടിലാണ് വാളയാറിലും സമീപ പ്രദേശങ്ങളിലുമായി നടന്ന കുട്ടികളുടെ ആത്മഹത്യയുടെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഈ സ്ഥലത്ത് 13 വയസ്സിന് താഴെയുള്ള 28 കുട്ടികൾ ആത്മഹത്യ ചെയ്തുവെന്നാണ് റിപ്പോർട്ടിലുണ്ടായിരുന്നത്. കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒപ്പമുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിദഗ്ധ ഡോക്ടർമാരെ കൊണ്ട് പരിശോധിപ്പിച്ച ശേഷം സംരക്ഷണ സമിതി കണ്ടെത്തിയതിങ്ങനെ: 28-ൽ 14 കുട്ടികളുടെ ശരീരത്തിലും സ്വകാര്യ ഭാഗങ്ങളിലുൾപ്പെടെ മുറിവുകളുണ്ടായിരുന്നു. പലതും തൂങ്ങിമരണമെന്ന റിപ്പോർട്ടിലുണ്ടെങ്കിലും കുട്ടികളുടെ മൃതശരീരങ്ങൾ കണ്ടെടുത്ത സ്ഥലം, സാഹചര്യം എന്നിവയിലും പൊരുത്തക്കേടുകൾ കണ്ടെത്തി. കുട്ടികളുടേത് കൊലപാതകങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടി വാളയാർ സംരക്ഷണ സമിതി ഹൈക്കോടതിയെ സമീപിച്ചു. ഈ ആത്മഹത്യയുടെ ഒരു പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ, വേറെ ആർക്കും കംപ്ലൈന്റ് ഇല്ലെങ്കിൽ അപ്പം തന്നെ ഒരു റിപ്പോർട്ട് അവിടുത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് കൊടുത്തത് ക്ലോസ് ചെയ്യാണ്. FIR പോലും ഇടാറില്ല. സാധാരണ ഈ കുട്ടികൾക്കുള്ള ഒരു അതിക്രമങ്ങൾ ഒന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അയൽക്കാരിൽ നിന്നൊക്കെയാണ് ഉണ്ടാകുന്നത്.
അപ്പോൾ ഇത് പലപ്പോഴും ഇതിൻ്റെ ഫാമിലീസിന് തന്നെ ഇത് ക്ലോസ് ചെയ്യാനായിരിക്കും താല്പര്യം. പല മാർഗ്ഗങ്ങളിലും ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ നോക്കിയിട്ട് ഒന്നും കിട്ടാതായപ്പോഴാണ് ഞങ്ങളൊരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു PIL ഹൈക്കോടതിയിൽ പോയത്. ഹൈക്കോടതി അത് സ്വീകരിച്ചു. സമഗ്ര അന്വേഷണത്തിന് ഹൈക്കോടതി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ നിയോഗിച്ചു. എന്നാൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടും തൃപ്തികരമല്ലെന്നാണ് വാളയാർ സംരക്ഷണ സമിതി പറയുന്നത്. ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കോടതിയിൽ കൊടുക്കുന്ന ഒരു റിപ്പോർട്ടിൽ അവർ ഇനി ഇത് എങ്ങനെ നടക്കാതെ എങ്ങനെ നമുക്ക് നോക്കാം അതിനെപ്പറ്റിയുള്ള സ്റ്റെപ്പുകൾ കുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുക്കും എന്നൊക്കെ. അപ്പോൾ അവർ ഇതിനെ ഡൈവേർട്ട് ചെയ്യാനാണ് നോക്കുന്നത്. കാരണം ഈ കേസുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. വാളയാറിലെ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു? അതിക്രൂര ബലാത്സംഗത്തിനോ മർദ്ദനത്തിനോ ഇരയായി കൊല്ലപ്പെട്ടതാണോ? അതോ ആത്മഹത്യ തന്നെയാണോ? അന്വേഷണ സംഘം എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? ഇതിനാണ് ഇവർക്ക് ഉത്തരം കിട്ടേണ്ടത്. ക്യാമറാമാൻ രാജീവ് സുധേവിനൊപ്പം ഐഷത്തുൽ ഷംന, 24 വാളയാർ. സൗദിയിൽ പുകയില ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ആരാധനാലയങ്ങളുടെയും സ്കൂളുകളുടെയും 500 മീറ്റർ ചുറ്റളവിൽ ഇനി പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന അനുവദിക്കില്ല. ശിശാ കടകൾക്കും കടകളിലെ സിഗരറ്റ് വിൽപ്പനയ്ക്കും നിയമം ബാധകമാണ്. പുകയില ഉൽപ്പന്നങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന പുതിയ നിയമത്തിന് സൗദി മുനിസിപ്പാലിറ്റി ആൻഡ് ഹൌസിംഗ് മന്ത്രാലയം അംഗീകാരം നൽകി. ഇതുപ്രകാരം പള്ളികളുടെയും സ്കൂളുകളുടെയും 500 മീറ്റർ ചുറ്റളവിൽ പുകയില കടകൾ പ്രവർത്തിക്കാൻ പാടില്ല. സിഗരറ്റുകൾ, ശീശ, സിഗരറ്റുകൾ തുടങ്ങിയവയോ അനുബന്ധ ഉപകരണങ്ങളോ വിൽപ്പന പാടില്ല. വാണിജ്യ രജിസ്ട്രേഷൻ, സിവിൽ ഡിഫൻസ് അംഗീകാരം, ബലദിയ ലൈസൻസ് തുടങ്ങിയവ അനുവദിക്കുന്നത് ഈ നിയമങ്ങൾ പാലിക്കുന്നവർക്ക് മാത്രമായിരിക്കും. 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ലെന്നും വാങ്ങുന്നവരോട് പ്രായം തെളിയിക്കുന്ന രേഖകൾ ചോദിക്കാൻ വിൽപ്പനക്കാർക്ക് അവകാശമുണ്ടെന്നും നിയമം പറയുന്നു. സിഗരറ്റുകൾ സീൽ ചെയ്ത പാക്കേജുകളിലാണ് വിൽക്കേണ്ടത്. പാക്കേജ് തുറന്ന് യൂണിറ്റ് വിൽപ്പന പാടില്ല. വെൻഡിംഗ് മെഷീനുകളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാനോ പ്രദർശിപ്പിക്കാനോ പാടില്ല. പ്രമോഷന്റെ ഭാഗമായി പുകയില ഉൽപ്പന്നങ്ങൾ സമ്മാനമായി നൽകുന്നതും വില കുറയ്ക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. പൊതുജനാരോഗ്യവും സുരക്ഷിതമായ വാണിജ്യ അന്തരീക്ഷവും ഉറപ്പുവരുത്തുകയാണ് പുതിയ നിയന്ത്രണത്തിന്റെ ലക്ഷ്യം. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. സ്പോർട്സ്. ഡൽഹി ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ കൂറ്റൻ 1-ാം ഇന്നിംഗ്സ് സ്കോർ ലക്ഷ്യമിട്ട് ടീം ഇന്ത്യ ഇന്ന് ഇറങ്ങും. രണ്ടാം ദിനം 2 വിക്കറ്റിന് 318 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ബാറ്റിംഗ് പുനരാരംഭിക്കുക. 173 റൺസുമായ യശസ്വി ജയ്സ്വാളും 20 റൺസോടെ നായകൻ ശുഭ്മാൻ ഗില്ലുമാണ് ക്രീസിൽ. 87 റൺസ് എടുത്ത സായ് സുദർശന്റെയും 38 റൺസ് എടുത്ത KL രാഹുലിന്റെയും വിക്കറ്റുകളാണ് ആദ്യ ദിനം ഇന്ത്യക്ക് നഷ്ടമായത്. ജോമൽ വരിക്കാനായിരുന്നു 2 വിക്കറ്റുകൾ. ഫുട്ബോളിലെ ചിരവൈരികളായ ബ്രസീലും അർജന്റീനയും കേരളത്തിന്റെ മണ്ണിൽ ഏറ്റുമുട്ടി. കാഴ്ച പരിമിതിയുള്ള വനിതകൾക്കായുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിൽ കാക്കനാടാണ് ഇരു രാജ്യങ്ങളും മത്സരിച്ചത്. കാഴ്ചപരിമിതിയുള്ളവരുടെ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരത്തിന് ആദ്യമായാണ് ഇന്ത്യ വേദിയാകുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപമുള്ള ടർഫിൽ ഇന്നലെ രാത്രി നടന്നത് ഏവരും കാത്തിരുന്ന മത്സരം. മറ്റൊന്നും കൊണ്ടല്ല, അർജന്റീനയും ബ്രസീലും ഏറ്റുമുട്ടുന്നു. സെമിയിൽ 1 ഗോളിന് ബ്രസീലിനെ പരാജയപ്പെടുത്തിയ അർജന്റീന ടീം ഫൈനലിലേക്ക് യോഗ്യത നേടി. ഇന്റർനാഷണൽ ബ്ലൈൻഡ് ഫുട്ബോൾ ഫെഡറേഷനാണ് മത്സരം സംഘടിപ്പിച്ചത്. ഇന്ത്യൻ ബ്ലൈൻഡ് ഫുട്ബോൾ ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സന്നദ്ധ സംഘടനയാണ്. ഇന്ത്യൻ ടീമിനെ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തത്. IBSA ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്പോർട്സ് അസോസിയേഷൻ വിമൻസ് വേൾഡ് ബ്ലൈൻഡ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആണ് അതിന്റെ 2ാമത്തെ എഡിഷനാണ് നടക്കുന്നത്. കളിയിൽ 5ാം സ്ഥാനത്താണ് ഇന്ത്യ. മത്സരം നിയന്ത്രിക്കുന്ന 15 റഫറിമാർ ഇന്ത്യക്കാരാണ്. അതിൽ 4 പേർ മലയാളികളും. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് നമ്മുടെ ഈ കളി മുന്നിലേക്ക് പോകുന്നത്. അകക്കണ്ണുകൊണ്ട് കണ്ട് ഫുട്ബോൾ കളിക്കുന്നതും അത് നമ്മുടെ സാധാരണ ഫുട്ബോൾ കളിക്കുന്നതിനേക്കാൾ നമ്മളെ അത്ഭുതപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ അവരൊക്കെ കളിക്കുന്നത്. അന്ധതയെ ചെറുത്തു തോൽപ്പിക്കുന്ന കളിക്കാർ മാത്രമല്ല, ഗ്യാലറിയിലിരുന്ന കൂടെയുള്ളവരുടെ കമന്ററി കേട്ട് ഉൾക്കണ്ണിൽ കളി കാണുന്നവരും ഉണ്ട്. ജപ്പാൻ, ഇന്ത്യ, തുർക്കി, ബ്രസീൽ, അർജന്റീന, ഇംഗ്ലണ്ട് തുടങ്ങി നിരവധി രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. So a beautiful, wonderful experience here in the country, and we're very proud, very glad to have been here and experienced it, and excited to get home and tell our family and friends about the wonderful experience that we've had. സർക്കാർ സംവിധാനങ്ങളുടെയും മറ്റും സഹായമുണ്ടെങ്കിൽ കുറേയധികം കാലുകൾക്ക് കൂടി കാൽപന്ത് തട്ടാനാകുമെന്ന വിശ്വാസത്തിലാണ് സംഘാടകർ. ഫുട്ബോൾ രാജാക്കന്മാരുടെ നാട്ടിൽ നിന്നുള്ളവരാണ്. കൊച്ചിയിൽ പന്ത് തട്ടുന്ന ഈ പെൺപുലികളുടെ കണ്ണിൽ കൂരിരുളാണ്. പക്ഷേ കാൽപന്തിനുള്ളിൽ നിന്നുള്ള
മണിമുഴക്കങ്ങൾക്ക് പിന്നാലെ പായുന്ന ഇവരുടെ കരുത്തുറ്റ കാലുകളുണ്ടല്ലോ, അവയുടെ വേഗമുണ്ടല്ലോ. ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്നവർക്ക് ഇതിലും വലിയ പ്രചോദനം മറ്റെന്താണ്? ക്യാമറമാൻ സജിൽ ഗുരുവായൂരിനും പ്രണവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. എറണാകുളം കുണ്ടന്നൂരിലെ തോക്കു ചൂണ്ടിയുള്ള കവർച്ചയിൽ 4 പേർക്കായി അന്വേഷണം. പ്രതികൾ മറ്റ് സംസ്ഥാനത്തേക്ക് കടന്നതായി സംശയം. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചെയ്യുന്നു. വിഷ്ണു, നേരത്തെ മുഖ്യാസൂത്രകന് അഭിഭാഷകനടക്കം പിടിയിലായിട്ടുണ്ട്. ഇനി എത്ര പേരാണ് കേസിൽ പിടിയിലാകാനുള്ളത്? ഇവർക്ക് ഈ പണം ഇരട്ടിപ്പ് സംഘവുമായി നേരിട്ട് ബന്ധമുള്ളവരാണോ അതോ കൊട്ടേഷൻ നൽകിയവരാണോ? സുഹൈലിൽ 4 പേരാണ് കേസിൽ പിടിയിലാകാനുള്ളത്. അതായത് ഈ ക്രൈമിൽ നേരിട്ട് പങ്കെടുത്ത 4 പേർ, മുഖംമൂടി ധരിച്ചെത്തിയ 3 പേരും ഈ ആസൂത്രണം ചെയ്ത് അഭിഭാഷകനൊപ്പം നിന്ന ജോജി എന്ന പിറവൂർ സ്വദേശിയുമാണ് പിടികൂടാനുള്ളത്. ഇവർ രക്ഷപ്പെട്ട കാർ നേരത്തെ കണ്ടെടുത്തിരുന്നു. ഇവർ ഇതര സംസ്ഥാനത്തേക്ക് കടന്നു കളഞ്ഞു എന്നാണ് നിലവിൽ പോലീസിന്റെ പ്രാഥമികമായ വിലയിരുത്തൽ. ഇപ്പോഴും അന്വേഷണ സംഘം ഫീൽഡിൽ വളരെ ശക്തമായ പരിശോധന നടത്തുന്നുണ്ട്. ഇത് പണമിരട്ടിപ്പ് തന്നെ അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാടിന്റെ എലമെന്റ് ഇതിലുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. കാരണം 80 ലക്ഷം നൽകിക്കഴിഞ്ഞാൽ 1,10,00,000 രൂപ തിരികെ ലഭിക്കും എന്ന ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പണം നൽകാൻ പരാതിക്കാരൻ തയ്യാറായത്. പക്ഷേ അങ്ങനെ ഒരു വ്യാജ ഡീൽ ഉണ്ടാക്കി ഈ പണം തട്ടാനുള്ള ശ്രമമായിരുന്നു. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഇടപാടായതുകൊണ്ട് തന്നെ പണം തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പരാതി പറയാൻ ഇയാൾ വരില്ല എന്നായിരുന്നു ഈ തട്ടിപ്പ് സംഘത്തിന്റെ ഒരു വിശ്വാസം. പക്ഷേ ഇത് അക്കൗണ്ടന്റ് മണി ആയതുകൊണ്ട് തന്നെ ഇയാൾ പരാതി നൽകാൻ തയ്യാറായി. ആ പരാതിയിന്മേൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇതിലൊരു കള്ളപ്പണ ഇടപാടിന്റെ എലമെന്റൊക്കെ പോലീസിനെ കണ്ടെത്താനായത്. ഈ 4 പേരെ കൂടി പിടിയിലായാൽ മാത്രമേ ഇതിന്റെ കൊട്ടേഷൻ സാധ്യതയും അതോടൊപ്പം തന്നെ ഇതിൽ വലിയ സംഘങ്ങൾ, വലിയ റാക്കറ്റ് ഉണ്ടോ എന്ന കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. ജോജിയും അതോടൊപ്പം തന്നെ നിഖിൽ എന്ന അഭിഭാഷകനുമാണ് ഇതിലെ പ്രധാനപ്പെട്ട കണ്ണികൾ. അവരാണ് ഇത് ആസൂത്രണം ചെയ്തത്. ഈ നിഖിലിന്റെ പക്കൽ നിന്നാണ് ഈ മോഷ്ടിച്ചു കൊണ്ടുപോയ തുകയിൽ നിന്ന് 20 ലക്ഷം രൂപ പിടിച്ചെടുക്കുകയും ചെയ്തത്. സുഹൈൽ, പക്ഷേ ഒരു ആസൂത്രിത സ്വഭാവം കവർച്ചയ്ക്കുണ്ടെന്ന സംശയം നേരത്തെ ഉണ്ട്. കാരണം 80 ലക്ഷം രൂപ ഈ ഉടമയുടെ കയ്യിൽ ഉണ്ടെന്ന് അറിയുമെങ്കിൽ അവർക്ക് പരസ്പരം ബന്ധമുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ നേരത്തെയും ഈ പറയുന്ന പ്രതികളും ഈ പറയുന്ന കവർച്ചക്കിരയായ ഉടമയും തമ്മിലൊരു ബന്ധം ഉള്ളതായി സ്ഥിരീകരിക്കാനായിട്ടുണ്ടോ? അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അവർ ഒരുമിച്ചിരിക്കുന്ന CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് സമാഹരിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ അത് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതുമാണ്. ഇവരൊരു ഹോട്ടലിരുന്ന് സംസാരിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ. മുൻപ് തോപ്പുംപടിയിൽ വെച്ച് 25 ലക്ഷം രൂപയുടെ ഒരു ഡീല് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഈ പരാതിക്കാരനും മറ്റൊരാളും തമ്മിൽ ഉറപ്പിച്ചിരുന്നു. പക്ഷെ ആ ഡീല് നടന്നില്ല. അന്ന് സജി എന്ന പിടിയിലായ സജിയാണ് ആ ഡീലിന് നേതൃത്വം നൽകിയത്. അത് നടക്കാതെ വന്നതോടുകൂടിയാണ് രണ്ടാമത്തെ ഡീലിലേക്ക് പോയത്. സ്വാഭാവികമായും 80 ലക്ഷം രൂപ ആദ്യം ഇത്തരത്തിലൊരു ഡീലിന് നൽകണമെങ്കിൽ ആദ്യം ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ആദ്യം ഒരു ചെറിയ തുക ഇറക്കി അതിൽ ഉറപ്പ് വന്ന ശേഷമായിരിക്കണം രണ്ടാമത് ഇത്രയും വലിയൊരു തുക നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായി ഇരുവരും തമ്മിൽ പരിചയമുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ. പക്ഷേ ഇത് ഈ 80 ലക്ഷം രൂപ അത് ബാങ്കിൽ നിന്ന് എടുത്ത തുകയാണ്. അതിന് കൃത്യമായ കണക്കുണ്ട്. അതുകൊണ്ട് പരാതിക്കാരന് വലിയ പ്രശ്നങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വരില്ല. മറിച്ചൊരു റോബറി എന്ന എലമെന്റ് മാത്രമാണ് ഇപ്പോൾ നിഴലിച്ചു നിൽക്കുന്നത്. സുഹേലോ, ശരി. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.